പ്രിയമുള്ള സുഹൃത്തുക്കളെ, മറ്റൊരു പുതിയ വീഡിയോസിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. ഈ ചാനൽ എന്നും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളതും ഇനിയും പറയുവാൻ പോകുന്നതും ജീവിതത്തിൽ മനുഷ്യന് പ്രയോജനം ലഭിക്കുന്ന കാര്യങ്ങൾ മാത്രം ആയിരിക്കും. മന്ത്രങ്ങൾ ആയാലും സ്വിച്ച് വേർഡുകൾ ആയാലും അത് നിങ്ങൾക്ക് നേട്ടങ്ങൾ തന്നെ നൽകുന്നതാണ്. ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി മാത്രം ജപം ആരംഭിക്കുക. സപ്പോർട്ട് നൽകുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രപഞ്ചശക്തിയുടെ നാമത്തിൽ നല്ലത് സംഭവിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോസിലേക്ക് പോകാം. പ്രിയമുള്ളവരെ, സാമ്പത്തിക നേട്ടങ്ങൾ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ സഹായിക്കുന്ന ജാപ്പനീസ് മന്ത്രങ്ങൾ ആണ് ഇന്നത്തെ വീഡിയോസ് പറഞ്ഞു തരുന്നത്. നല്ല സ്വിച്ച് വേർഡുകൾ ആണ് ഈ വാക്കുകൾ എങ്കിലും പ്രിയമുള്ളവരെ, ഇത് ഒരു മന്ത്രം പോലെ നിങ്ങൾ ഉപയോഗിച്ചു നോക്കി പ്രയോജനം പറയുക. ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരണം ആവശ്യമില്ല. കെൻ ഹോണ്ട എന്ന വ്യക്തി ജനപ്രിയമാക്കിയ അരിഗാറ്റോ ഇൻ, അരിഗാറ്റോ ഔട്ട് എന്ന മന്ത്രം പണത്തോടുള്ള ഒരു ജാപ്പനീസ് സമീപനമാണ്. അത് പണത്തിന്റെ വരവിനും പുറത്തേക്കുള്ള ഒഴുക്കിനും കൃതജ്ഞത പറയുന്നു. പണം സ്വീകരിക്കുന്നതിലും ചെലവഴിക്കുന്നതിലും വിലമതിപ്പിന്റെ ഒരു മാനസികാവസ്ഥയെ ഇത് പ്രോത്സാഹിപ്പിക്കുന്നു. സാമ്പത്തികവുമായി ഒരു പോസിറ്റീവും സന്തുലിതവുമായ ബന്ധം സൃഷ്ടിക്കുന്നു. ജാപ്പനീസ് സ്വയം വികസന എഴുത്തുകാരനാണ് കെൻ ഹോണ്ട. ഹാപ്പി മണി, ദി ജാപ്പനീസ് ആർട്ട് ഓഫ് മേക്കിംഗ് പീസ് വിത്ത് യുവർ മണി എന്ന പുസ്തകത്തിലൂടെ അദ്ദേഹം പ്രശസ്തനാണ്. കൃതജ്ഞത അല്ലെങ്കിൽ താങ്ക്സ് എന്നതിനുള്ള ജാപ്പനീസ് പദമാണ് അരിഗാറ്റോ. നമ്മൾ ഒരാളിൽ നിന്നോ അല്ലെങ്കിൽ ബാങ്കിൽ നിന്നോ പണം സ്വീകരിക്കുമ്പോൾ അരിഗാറ്റോ ഇൻ എന്നും പണം ചെലവഴിക്കുമ്പോൾ അരിഗാറ്റോ ഔട്ട് എന്നും പറയുക. അതായത് പണം ലഭിക്കുമ്പോഴും പണം ചിലവഴിക്കുമ്പോഴും കൃതജ്ഞത, താങ്ക്സ് പ്രകടിപ്പിക്കാൻ തയ്യാർ ആകുക എന്നതാണ് കെൻ ഹോണ്ട നമുക്ക് പറഞ്ഞുതന്ന മാജിക്കൽ മന്ത്രം അല്ലെങ്കിൽ സ്വിച്ച് വേർഡുകൾ. എന്നാൽ വെറുതെ പറഞ്ഞാൽ ഇത് നമ്മളിൽ പോസിറ്റീവ് പ്രഭാവലയം ഉണ്ടാക്കില്ല. മനസ്സുകൊണ്ട് സന്തോഷത്തോട് പണം വരുമ്പോഴും പണം ചിലവഴിക്കുമ്പോഴും പറയണം. കൂടുതൽ വിശദമായ ഒരു വിശദീകരണം പറഞ്ഞാൽ, അരിഗാറ്റോ ഇൻ, നിങ്ങൾക്ക് ലഭിക്കുന്ന പണത്തിന് കൃതജ്ഞതയുള്ളവരായിരിക്കുക. തുക എന്തുതന്നെയായാലും വരുമാനത്തിന്റെ ഉറവിടത്തെ വിലമതിക്കുന്നത് ഇതിൽ ഉൾപ്പെടുന്നു. പണം ലഭിക്കുന്നത് ജോലിയിൽ നിന്നായാലും മറ്റു മാർഗങ്ങളിൽ നിന്നായാലും ആ പണത്തിന്റെ ഉറവിടത്തെ വിലമതിച്ചുകൊണ്ടു സന്തോഷത്തോട് അരിഗാറ്റോ ഇൻ എന്ന് ജപിക്കുക. പണം ലഭിക്കുമ്പോൾ എല്ലാം ഈ വാക്കുകൾ കൃതജ്ഞതയോട് പറയുക. അതുപോലെ അരിഗാറ്റോ ഔട്ട്, പണം ചെലവഴിക്കുമ്പോൾ താങ്ക്സ് പറയുക. അതായത് അരിഗാറ്റോ ഔട്ട് എന്ന് പറയുക. വാങ്ങലിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന മൂല്യത്തിലും നേട്ടത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നാണ് ഇതിനർത്ഥം. നിങ്ങൾ വാങ്ങുന്ന വസ്തുക്കൾ, നിങ്ങൾ ഉപയോഗിക്കുന്ന സേവനങ്ങൾ, നിങ്ങളുടെ പണം ഉപയോഗിച്ച് നിങ്ങൾ സൃഷ്ടിക്കുന്ന അനുഭവങ്ങൾ എന്നിവയെ വിലമതിക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് പണം ചിലവഴിക്കുമ്പോൾ നിങ്ങൾ എന്ത് സാധനം ആണ് ആ പണം കൊണ്ട് നേടിയത്, ആ സാധനം ലഭിച്ച സന്തോഷം, ആ സാധനത്തിന്റെ മൂല്യത്തിന്റെ സന്തോഷം മനസ്സിൽ കണ്ടുകൊണ്ട് അരിഗാറ്റോ ഔട്ട് എന്ന് പറയുക. ഇനി നിങ്ങൾ ഇത് ചെയ്യുന്നതിലുള്ള പ്രയോജനം ആണ് പറയുന്നത്. പ്രിയമുള്ള ഞങ്ങളുടെ സുഹൃത്തുക്കളെ, ഈ മന്ത്രം പരിശീലിക്കുന്നതിലൂടെ നിങ്ങൾക്ക് പണവുമായി കൂടുതൽ പോസിറ്റീവും യോജിപ്പുള്ളതുമായ ഒരു ബന്ധം സൃഷ്ടിക്കാൻ കഴിയും. ഇത് സാമ്പത്തിക സമ്മർദ്ദവും ഉത്കണ്ഠയും കുറയ്ക്കാനുള്ള സാധ്യതയും കുറയ്ക്കും. നിങ്ങൾക്ക് ഇതിനകം ഉള്ള സമൃദ്ധിയെ നിങ്ങൾ വിലമതിക്കുമ്പോൾ ഇത് കൂടുതൽ പണം ആകർഷിക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു. അരിഗാറ്റോ ഇൻ, അരിഗാറ്റോ ഔട്ട് എന്ന മന്ത്രത്തിന് പ്രത്യേക പ്രവർത്തനങ്ങളോ ആചാരങ്ങളോ ആവശ്യമില്ലെന്ന് കെൻ ഹോണ്ട പറയുന്നു. ഇത് നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ഉൾപ്പെടുത്തുക. സ്നേഹത്തോടെയും പുഞ്ചിരിയോടെയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് പണത്തെ സ്വാഗതം ചെയ്യുന്നതിനും തുറന്ന ഹൃദയത്തോടെ അത് ചെലവഴിക്കുന്നതിനുമുള്ള ഒരു മാർഗമാണ്. നിങ്ങൾ സന്തോഷത്തോടെ പണത്തെ സ്വാഗതം ചെയ്യുമ്പോൾ ഈ വികാരം നിങ്ങളിലേക്ക് കൂടുതൽ പണം ആകർഷിക്കുന്നു. നിങ്ങളുടെ ശരീരത്തിലെ സ്വതന്ത്രമായ രക്തപ്രവാഹം പോലെ ഈ മന്ത്രം ഉപയോഗിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ പണചംക്രമണം സ്വതന്ത്രമാക്കുന്നു. ഇത് നിങ്ങളുടെ അവബോധത്തിൽ ഒരു മാറ്റം കൊണ്ടുവരുന്നു. ഉദാഹരണത്തിന്, നിങ്ങളുടെ ശമ്പളം പര്യാപ്തമല്ലെന്ന് തോന്നുന്നതിനു പകരം ഈ ശമ്പളം ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും പോറ്റാൻ കഴിയും. നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കാം, സ്വയം രസിപ്പിക്കാം, അവർക്ക് സുഖസൗകര്യങ്ങൾ നൽകാം തുടങ്ങിയ നിരവധി കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന തോന്നലിലേക്ക് നിങ്ങളുടെ ബോധം മാറുന്നു. പോസിറ്റീവ് ആയി നിങ്ങൾ ചിന്തിച്ചു. ഈ വാക്കുകൾ പറയുമ്പോൾ പോസിറ്റീവ് ആയ കൂടുതൽ ധനപരമായ നേട്ടങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. ധാരാളം പണമുള്ള ആളുകൾക്ക് ഇപ്പോഴും സങ്കടപ്പെടാം. അതേസമയം വിഭവങ്ങൾ കുറവുള്ളവർക്ക് വളരെ സന്തോഷമുണ്ടാകാം. അത് ആളുകൾ വഹിക്കുന്ന ഊർജ്ജത്തെക്കുറിച്ചാണ്. പണം ഒരു നിഷ്പക്ഷ ഊർജ്ജമായതിനാൽ നിങ്ങൾക്ക് എത്രമാത്രം ഉണ്ടെന്നോ നിങ്ങൾ എത്രമാത്രം സമ്പാദിക്കുന്നു എന്നതോ അല്ല, അത് നിങ്ങളുടെ ഉള്ളിൽ എങ്ങനെ തോന്നുന്നു എന്നതാണ്. ഈ പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് വികാരം പിന്നീട് പണത്തെ ആകർഷിക്കുകയോ പിന്തിരിപ്പിക്കുകയോ ചെയ്യുന്നു. അതുപോലെ നിങ്ങൾ പണം ചെലവഴിക്കുമ്പോൾ അരിഗാറ്റോ ഔട്ട് എന്ന് സന്തോഷത്തോട് പറയാൻ മറന്നുപോകരുത്. പണം ചിലവാക്കുമ്പോൾ മനസ്സിൽ ഓർക്കുക, അതിനുള്ള മാർഗങ്ങൾ ഉള്ളതിനും വാങ്ങലിന്റെ വിഭവസമൃദ്ധിക്കും നന്ദി പ്രകടിപ്പിക്കുക.
സാമ്പത്തിക വിജയത്തിലേക്കുള്ള ജാപ്പനീസ് രഹസ്യം അല്ലെങ്കിൽ ജാപ്പനീസ് ആളുകൾ ഉപയോഗിച്ചു വരുന്ന ശക്തമായ സ്വിച്ച് വേർഡുകൾ എന്ന് വേണം എങ്കിലും നമുക്ക് ഇതിനെ വിളിക്കാം. പ്രിയമുള്ളവരെ, ഞങ്ങളുടെ ചാനൽ പ്രയോജനകരം എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറന്നു പോവരുത്. മറ്റൊരാൾക്ക് പ്രയോജനം ലഭിക്കുന്ന ഈ ചാനൽ വിഷയം ഷെയർ ചെയ്യുന്ന വ്യക്തി ആരായാലും ഞങ്ങൾക്ക് ലഭിക്കുന്ന സപ്പോർട്ടിന് ഒപ്പം കൂടുതൽ പോസിറ്റീവ് ആയ കാര്യങ്ങൾ അവരുടെ ജീവിതത്തിലും ലഭിക്കുന്നു. പ്രിയമുള്ളവരെ, വിശ്വസിക്കുക, മനസ്സിലാക്കുക, ജപിക്കുക, നേടുക.